നിലമ്പൂരിൽ നിന്നും നമ്മുടെ പ്രതിനിധി ശ്രീകുമാർ ചേരുകയാണ് CPI ഓഫീസിൽ നിന്നും. ശ്രീകുമാർ, നിലവിൽ വളരെ 10,000-ഓളം വോട്ടിന് പിന്നിലാണ് LDF സ്ഥാനാർത്ഥി M സ്വരാജ്. എങ്ങനെയാണ് അവിടുത്തെ ഒരു സാഹചര്യം? ഷൈമ, എല്ലാവരും ഈ ആഘോഷങ്ങൾക്ക് പിറകെ പോകുമ്പോൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസുകളിൽ എന്താണ് അവസ്ഥ എന്നറിയാനാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ നിലമ്പൂരിലെ C അച്യുതമേനോൻ സ്മാരക മന്ദിരം CPIയുടെ ഓഫീസാണ്. ഇവിടെ 2-3 ദിവസം വരെ വളരെ സജീവമായിരുന്നു. പക്ഷേ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓഫീസിലുണ്ട്, പക്ഷേ ആരും എത്തിയിട്ടില്ല. രാവിലെ മുതൽ തന്നെ ഒരു ശോകമുഖമായ ഒരു അന്തരീക്ഷമാണ്. ഒരു പ്രവർത്തകരെയും നേതാക്കന്മാരും ആരും ഈ ഓഫീസിലോ ഈ പരിസര പ്രദേശങ്ങളിലോ ഇല്ല. ഇത് സമാനമായ അവസ്ഥ തന്നെയായിരുന്നു. CPIഎമ്മിന്റെയും സ്ഥാനാർത്ഥിയും കുറച്ച് നേതാക്കന്മാരും മാത്രം ആയിരുന്നു CPIഎമ്മിന്റെ ഓഫീസിലും ഉണ്ടായിരുന്നത്. എന്തായാലും ആഘോഷങ്ങളൊക്കെ UDF കേന്ദ്രങ്ങൾ പൊടിപിടിക്കുമ്പോൾ ഇടതുമുന്നണി അടക്കമുള്ള ഇടതുമുന്നണിയിലെ ഘടകകക്ഷി പാർട്ടികളുടെ ഓഫീസുകളെല്ലാം ഒരു ശോകമൂകമായ അന്തരീക്ഷമാണ്. ഒരിക്കലും അവർക്ക് അംഗീകരിക്കാനാകാത്ത തരത്തിലേക്കുള്ള ഈ LDF സ്ഥാനാർത്ഥി താഴേക്ക് പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ 18 റൗണ്ടുകൾ, ഇനി ഒരു റൗണ്ട് മാത്രമാണ് എണ്ണാനുള്ളത്. 10,526 വോട്ടുകൾക്ക് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. M സ്വരാജ് CPIഎമ്മിന്റെ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഏറ്റവും ജനകീയനായ ഒരു സ്ഥാനാർത്ഥി തന്നെയായിരുന്നു ഇവിടെ മത്സരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ CPIഎം ഇക്കുറി സീറ്റ് കഴിഞ്ഞ തവണ ഇടതു സ്വതന്ത്രനായി നിന്ന PV അൻവർ ഇടതുമുന്നണിയിൽ നിന്ന് വിട്ടുപോയെങ്കിലും CPIഎമ്മിൽ നിന്ന് വിട്ടുപോയെങ്കിലും ഇത്തവണ CPIഎമ്മിൽ തന്നെ ഉറപ്പിക്കണം എന്നുള്ള വലിയ ഒരു ആഗ്രഹം, വലിയൊരു ആത്മവിശ്വാസം ഒക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഈ നിലമ്പൂർ എന്ന് പറയുന്നത് ആദ്യകാല MLA ആയ കുഞ്ഞാലിയുടെ രക്തസ്മരണകളൊക്കെ ഉണർത്തിക്കൊണ്ട് തന്നെയായിരുന്നു തെരഞ്ഞെടുപ്പിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ട് വന്നത്. അതുകൊണ്ട് തന്നെ ഇക്കുറി ഈ മണ്ഡലം തിരിച്ച് ഈ ഇടതുമുന്നണിയുടെ കയ്യിൽ തന്നെ, അത് പാർട്ടി ചിഹ്നത്തിൽ ഒരു ഏറ്റവും ജനകീയനായ നേതാവിനെ കൊണ്ട് മത്സരിപ്പിക്കുമ്പോൾ അത് വിജയത്തിൽ കുറഞ്ഞൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു മാനസികാവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഇടതുമുന്നണി ക്യാമ്പുകളൊക്കെ വളരെ ശോകമുഖമാണ്. ഈ ഒരു പരാജയത്തിലേക്ക് പോകുന്ന ഒരു സ്ഥിതി ഇടതുമുന്നണി സർക്കാരിനും പ്രത്യേകിച്ച് പിണറായി വിജയൻ സർക്കാരിനും ഒക്കെ വലിയൊരു തിരിച്ചടിയായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത്. ക്ഷേമ. ശരി, ശ്രീകുമാർ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഫലം സംസ്ഥാനത്തെ LDF സർക്കാരിന് എത്രത്തോളം നിർണായകമാണ്? ഷൈമ, നമ്മൾ നേരത്തെ ബുള്ളറ്റിനൊക്കെ പറഞ്ഞ പോലെ വലിയ നിർണായകമായിരുന്നു. ഇത് വലിയ ജനങ്ങൾ ഒരു വിധിയെഴുത്താണ്. ഈ വിധിയെഴുത്തിനെ ജനങ്ങളുടെ ഒരു ഉത്സവം എന്നുള്ള തെരഞ്ഞെടുപ്പ് എന്നുള്ള ഒരു ഉത്സവത്തിൽ ജനങ്ങൾ കൃത്യമായി വിധി എഴുതിയിരിക്കുന്നു. അത് LDFന് എതിരാണ്. അത് കൂടുതൽ ചിന്തകൾക്കും കൂടുതൽ വിമർശനങ്ങൾക്കുമൊക്കെ വിധേയമാകും. ഇടതുമുന്നണി സർക്കാരിന്റെ നയങ്ങൾക്കേറ്റ വലിയൊരു തിരിച്ചടിയായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത്. പ്രത്യേകിച്ചും UDF ഉയർത്തിക്കാട്ടിയ വിഷയം, പിണറായി വിജയൻ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ക്യാമ്പ് ചെയ്താണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. മുഖ്യമന്ത്രി പല വേദികളിലും UDFനെ കടന്നാക്രമിച്ചു. ജമാഅത്തെ ഇസ്ലാമിയായിട്ടുള്ള ബന്ധം, വെൽഫെയർ പാർട്ടിയുമായുള്ള ബന്ധം, അങ്ങനെ പല വിഷയങ്ങളിലും മുഖ്യമന്ത്രി നേരിട്ട് UDFനെ കടന്നാക്രമിക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു കഴിഞ്ഞ ഈ പ്രചരണ വേളകളെ കണ്ടത്. പക്ഷെ അതിനെല്ലാം മറികടന്നുകൊണ്ട് ഈ മുസ്ലിം വോട്ടുകൾ ഏകോപിച്ചു. മുസ്ലിം വോട്ടുകൾ UDFലേക്ക് തന്നെ പോയി. കഴിഞ്ഞ തവണ മുസ്ലിം വോട്ടുകൾ PV അൻവറിലേക്ക് പോയി. ആ മുസ്ലിം വോട്ടുകൾ അടക്കം ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തിലേക്ക് പോയി. അങ്ങനെ ഒരു വിജയമാണ്, ഈ വിജയത്തിലേക്കാണ് UDF നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ പല വിഷയങ്ങളും, നേരത്തെ വെള്ളാപ്പള്ളി നടേശൻ ഈ മലപ്പുറം ജില്ലയെക്കുറിച്ച് വന്ന പരാമർശിച്ച വിഷയത്തിൽ മുഖ്യമന്ത്രി ന്യായീകരിച്ചതടക്കം ഈ മനുഷ്യ വന്യജീവി സംഘർഷം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, വികസന കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം അതിൽ ജനങ്ങൾ കൃത്യമായി വിധി എഴുതിയിരിക്കുന്നു. അവർക്ക് ജീവനും സ്വത്തിനും ഒരു സംരക്ഷണം വേണമെന്നുള്ള ഒരു നിലപാട്, ഭീതിയോടെയാണ് ജീവിക്കുന്നത്. അങ്ങനെ പല പല കാര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അങ്ങനെ കൃത്യമായ ഒരു എണ്ണയിട്ട യന്ത്രം പോലെയാണ് UDF ഇവിടെ പ്രവർത്തിച്ചതും അവർക്ക് ഈ വിജയത്തിലേക്ക് നീങ്ങാനായതും. ക്ഷേമ.